ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ അതാ ഇന്ന് ഞങ്ങൾ രാവിലെ കുറേ വൈകി എഴുന്നേറ്റ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർ പോയിച്ചു ശനിയാഴ്ച. ഇപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ 1 മണി രാത്രിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും. ഇപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റപ്പോൾ 9:30 ആയി. ഇനിയിപ്പോൾ അടുത്ത ജോലികളൊക്കെയാണ്. ചായകയുടെ കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അപ്പത്തിൻ്റെ മാവൊക്കെ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പം ഉണ്ട്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് കേട്ടോ. ചപ്പാത്തി എനിക്കാണ് ഉണ്ടാക്കിയത്. സ്റ്റൂവാണ് ഉണ്ടാക്കിയേക്കണത്. ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിയലിന് അരിഞ്ഞടുപ്പത്ത് വെച്ചേക്കണം. ഇനി അവിയലുണ്ടാക്കണം, സാമ്പാറൊക്കെ ഉണ്ടാക്കണം. ഉച്ച കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, അപ്പോൾ അതിനൊക്കെ പോകണം എനിക്കിനിയിപ്പോൾ. അവിയലിൻ്റെ ഭക്ഷണം അടപ്പത്തിരിക്കണം. ഇനി അവിയലുണ്ടാക്കാൻ പോകണേണ്. അതുകൊണ്ട് ഇനി അത് അരച്ചിടണം. അരച്ചല്ല, ഒന്ന് ചതച്ചാണ് ഇടുന്നത്. അപ്പോൾ അതിന് ഉള്ളിയും പച്ചമുളകും തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം. ജീരകമൊക്കെ ഇട്ട് അത് അരച്ച് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പോകുന്നത്. അപ്പോൾ അവിയലൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അവിയലകത്തോടേക്ക് ഉള്ളി ചതച്ചിട്ട് വേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഇട്ടാണ് ഇളക്കി കൂട്ടി എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ അവിയൽ നന്നായിട്ട് കുഴഞ്ഞിരിക്കണം, ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല. ഡ്രൈ ആയിട്ടിരുന്ന ആർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും അവിയൽ കുഴച്ച് തരണം ചോറിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ ഏതായാലും സാമ്പാറും ഇതുമായിരുന്നല്ലോ, അവിയലും ആയതുകൊണ്ട് നമുക്ക് ഒരു ഉള്ളിച്ചമ്മന്തി കൂടി ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൊല്ലമുളക് ഇടിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കൂട്ടി അതിൻ്റെ അകത്തോട്ട് വിനാഗിരിയാണ് ഒഴിച്ചത്. വിനാഗിരിയും വെളിച്ചെണ്ണ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി ചതച്ചെടുത്തായിരുന്നു. പിന്നെ കൈകൊണ്ട് തിരുമ്മിയെടുത്ത ചതച്ചിട്ട് പിന്നെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയായിരുന്നു. അപ്പോൾ നമ്മൾ വിനാഗിരി നമ്മളിവിടെ ഉണ്ടാക്കിയ ഒരു സ്ഥലത്തുനിന്ന് മേടിച്ചാണ്. നല്ല കടയിലെ വിനാഗിരി അല്ല, അപ്പോൾ നല്ല വിനാഗിരി ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കൂടി ഉച്ചക്ക് ചോറിനാൻ കൊണ്ടാണ്. ഇനി എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, അതിനും പോകണം എനിക്ക്. ഇപ്പോൾ പെട്ടെന്ന് ചോറൊക്കെ തിന്നിട്ട് ഇനി അടുത്ത ജോലികളൊക്കെ ഉണ്ടല്ലോ, കഴുകലും ഇവർക്കുള്ള പാത്രമൊക്കെ കഴുകിയൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കതിന് പോകാൻ വേണ്ടി. 4 മണിക്ക് അവിടെ തുടങ്ങും. തിങ്കളാഴ്ചയായിട്ട് ഇച്ചുകൂടിന് ഇന്നാണ് സ്കൂളൊക്കെ തുറക്കണം. അപ്പോൾ ഇച്ചുകൂടിന് ഇന്ന് സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കൂടി ഒന്നിച്ചാണ് ഇടുന്നത്. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നല്ലോ, ഇപ്പോൾ 2 വീഡിയോ കൂടി ഒന്നിച്ചിടാന്ന് ഓർത്തു. ഇന്നലെ ഇടാൻ സമയം കിട്ടില്ലായിരുന്നു എനിക്ക്. നല്ല ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് ഒന്നിച്ചും ഇന്ന് ഞാൻ സ്കൂളിൽ പോകണമെന്നൊക്കെ പറയുകയാണ് കാണുന്നത്. ഇപ്പോൾ അമ്മ റെഡിയാക്കി വെച്ചേക്കണേ. ഇന്നിപ്പോൾ അച്ഛനും അമ്മയാണ് ഇന്ന് കൊണ്ടുപോകണത്. ഉച്ചയ്ക്ക് ഇനി അച്ഛൻ പോയി കൊണ്ടുവരും. അതിന്